بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വളരെ പഠനാർഹമായ 2 പ്രസന്റേഷൻ ഇവിടെ നടക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലെ ഒന്നാമതായി ഇവിടെ അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആന്റെ വിവിധ കാലങ്ങളിലുള്ള തഫ്സീറുകളെ കുറിച്ചും അതേപോലെ തഫ്സീർ എഴുതിയ അതിൻ്റെ മനാഹിജ് മെത്തഡോളജികളെ കുറിച്ചൊക്കെയുള്ള ഒരു അവതരണമാണ് നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമായത് കൊണ്ട് തന്നെ ആ കലാമ് ആര് വിശദീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടതും അള്ളാഹുവാണ്. അപ്പോ തഫ്സീർ എഴുതണമെങ്കിൽ അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. നമുക്കൊക്കെ ഇങ്ങനെ തോന്നിയതുപോലെ നമ്മുടെ വ്യാഖ്യാനത്തിനനുസരിച്ച് ഖുർആനെ ഒരിക്കലും നമുക്ക് വളച്ചൊടിക്കാനോ വ്യാഖ്യാനിക്കാനോ പാടില്ല. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ, ഉലൂമുൽ ഖുർആനിലെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ് സുയൂത്തി ഇമാമിന്റെ അൽ ഇത്ഖാൻ. അത് നമ്മൾ തിബിയാൻ എന്ന് പറയുന്ന ഉലൂമുൽ ഖുർആനിലെ കിതാബ് നമ്മുടെ സിലബസിൽ പഠിക്കുന്നുണ്ടാവും. അതിന്റെ ഏറ്റവും വിശാലമായ രൂപമാണ് സുയൂത്തി ഇമാമിന്റെ അൽ ഇത്ഖാൻ എന്ന് പറയുന്ന കിതാബ്. അപ്പോൾ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും മുത്താല ചെയ്തിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് സുയൂത്തി ഇമാമിന്റെ അൽ ഇത്ഖാൻ. അപ്പൊ അതിലെ ഒരു മുഫസ്സിറിന് ഉണ്ടായിരിക്കേണ്ട 10-14 നിബന്ധനകൾ പറയുന്നുണ്ട്. ആ നിബന്ധനകളൊക്കെ ഒത്തിണങ്ങിയ ഒരാളെ തഫ്സീർ എഴുതാൻ പാടുള്ളൂ എന്നാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതിൽ തന്നെ എല്ലാ നിബന്ധനകളും എണ്ണിയതിന്റെ കൂട്ടത്തിൽ സുയൂത്തി ഇമാം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന അൽ മൗഹിബത്തു മിനല്ലാഹി സുബ്ഹാനഹു വ തആല എന്നാണ്. നേരത്തെ ഇസ്മായിൽ ഉസ്താദ് സൂചിപ്പിച്ചു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു ലദുന്നിയായ ഇൽമ്, അത് ഒരാൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഖുർആനിനെ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ആ രൂപത്തിൽ ഖുർആന് വ്യാഖ്യാനം എഴുതിയ നമ്മുടെ ക്ലാസിക്കൽ മുഫസ്സിരീങ്ങൾ, പഴയകാല മുഫസ്സിരീങ്ങൾ, അവരുടെ തഫ്സീറിനെ പുതിയ കാലത്തുള്ള പണ്ഡിതന്മാർ പുതിയ ഭാഷയിൽ എഴുതിയതുണ്ടാവും. അതാണ് തഫ്സീർ ലോകത്തെ ഒരു രീതി. മറ്റൊരു രീതി, പുതിയ കാലത്ത് ഓരോരുത്തർക്കും ഇങ്ങനെ തോന്നുകയാണ് ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഇതിന്റെ ആശയം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് മുമ്പാരും പറയാത്ത, അതല്ലെങ്കിൽ നബിതങ്ങൾ പറയാത്ത, മുഫസ്സിരിങ്ങൾ പറയാത്ത പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്ന ഒരു രീതിയാണ്. ഈ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്ന രീതി ഒരിക്കലും തഫ്സീറിന്റെ ലോകത്ത് അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് എന്ന ആ ഒരു അടിസ്ഥാന തത്വം നാം മനസ്സിലാക്കി വെക്കണം. അപ്പോ തഫ്സീറിൽ പൊതുവെ സുയൂത്തി ഇമാം, അതേപോലെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള തഫ്സീർ മഹാനായ ഇമാം ഇബ്നു ജരീർ ത്വബരിയുടെ ജാമിഉൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറാണ്. തഫ്സീർ ത്വബരി എന്നും പറയും. ത്വബരി ഇമാമാണ് ഇന്ന് ക്രോഡീകരിക്കപ്പെട്ട മുദവ്വനായ തഫ്സീറുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ആധികാരികമായ തഫ്സീർ എന്ന് പറയുന്നത് ഇബ്നു ജരീർ ത്വബരിയുടെ ജാമിഉൽ ബയാനാണ്. അത് പറയാനുള്ള കാരണം, ഇബ്നു ജരീർ ത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഒഴിവ് പോലെ ആ തഫ്സീറുകളൊക്കെ മുത്താല ചെയ്യണം. ഇന്ന് നമുക്ക് മുത്താല ചെയ്യാൻ നല്ല സുഖമാണ്. പ്രത്യേകിച്ച് അൽ ബാഹിസുൽ ഖുർആനി എന്ന് പറഞ്ഞ ഒരു എല്ലാ തഫ്സീറുകളും കിട്ടുന്ന ഒരു ബർനാമജ് തന്നെയുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും, അൽ ബാഹിസുൽ ഖുർആനി. അപ്പൊ അതില് ഒരായത്തടിച്ചു കൊടുത്താൽ ആ ആയത്തിന്റെ എല്ലാ തഫ്സീറുകളും നമുക്ക് നോക്കാൻ കഴിയും. പഴയ കാലത്ത് അങ്ങനെയല്ല. ഒരു തഫ്സീർ നോക്കണമെങ്കിൽ നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട് അത് തെരഞ്ഞു പിടിക്കണം. തെരഞ്ഞു പിടിച്ചാൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വാള്യം അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് നമുക്കതെല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ ലഭ്യമാണ്. അപ്പൊ സൗകര്യങ്ങളൊക്കെ കൂടിയ ഒരു കാലമായതുകൊണ്ട് ഈ അൽ ബാഹിസുൽ ഖുർആനി നിങ്ങളുടെ നിരന്തരമായ ഉപയോഗത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൽ ഒരായത്തടിച്ചാൽ ആ ആയത്തിന് റാസി ഇമാം എന്താണ് തഫ്സീർ പറഞ്ഞതെന്ന് തഫ്സീർ റാസി എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെ ആ ആയത്തിന് റാസി ഇമാം കൊടുത്ത വ്യാഖ്യാനം നമുക്ക് ലഭിക്കും. അപ്പോ നിങ്ങൾ ത്വബരി ഇമാമിന്റെ തഫ്സീർ വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഒരു ആയത്തിലെ ഒരു ലഫ്ളിന് ഒരു അർത്ഥം പറഞ്ഞാൽ അതിന് ഒരു 4-5 സനദ് പറയും.
അപ്പൊ നമുക്കൊക്കെ ചിലപ്പോൾ മടുപ്പ് വരും. ഈ കുറേ സനദ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മടുപ്പ് വരും. ഇമാം തൊബരി എന്ന് പറഞ്ഞാൽ തഫ്സീർ മാത്രമല്ല, താരീഖിലും കിതാബ് എഴുതിയ പണ്ഡിതനാണ് തൊബരി ഇമാം. താരീഖുൽ ഉമമി വൽ മുലൂക്ക് എന്ന് പറയുന്ന താരീഖ് തൊബരി വളരെ ആധികാരികമായ ചരിത്ര ഗ്രന്ഥമാണ്. പക്ഷെ അത് വായിക്കാൻ വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ല. അതിനൊരു ചരിത്രം പറയും, അതിനൊരു സനത് പറയും, പിന്നെ അതിന് വേറൊരു സനത് പറയും, പിന്നെ വേറൊരു സനത് പറയും. നമുക്കതൊരു ആവർത്തന വിരസതയായി തോന്നും. പക്ഷെ ഇങ്ങനെ സനതുകൾ പറയുമ്പോൾ അത് അതിന്റെ കൃത്യമായ ഒരു ആധികാരികതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ മാലിക്കി യൗമിദ്ദീൻ, ഇപ്പൊ ദീൻ എന്നതിന്റെ അർത്ഥം എന്ത്? ജസാ, ആ അർത്ഥം എവിടെ നിന്ന് കിട്ടി? അതിനെ ഹദ്ദസന 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 ഒന്ന്, പിന്നെ അടുത്ത ഹദ്ദസന രണ്ട്, ഇങ്ങനെ ഒരു 4-5 സനത് പറയും. പിന്നെ ദീനിന് വേറൊരർത്ഥം, ആ അർത്ഥം എവിടെ നിന്ന് കിട്ടി? ഇങ്ങനെ കുറെ സനത് പറഞ്ഞ്, ഇങ്ങനെ ഒരു ലഫ്ളിന് തന്നെ കുറെ സനതുകളൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ അർത്ഥങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന് വളരെ ആധികാരികമായി രേഖപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളത്. മാത്രമല്ല തൊബരി ഇമാമിന്റെ മറ്റൊരു പ്രത്യേകത നമുക്കൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കുറെ ആശയങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനം തൊബരി ഇമാമിന്റെ ഒരു നിരൂപണവും നമുക്ക് കാണാം. വസ്സവാബു ഇന്ദി, ഈ ഇത്രയും അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിലെ സ്വവാബായ അഭിപ്രായം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിപ്രായം തൊബരി ഇമാം പറയുന്നത് കാണാം. അപ്പൊ അങ്ങനെ വളരെ നിരൂപണാത്മകമായിട്ട് പിന്നെ ഇജ്തിഹാദിന്റെ ആ ഒരു പവറോട് കൂടെ വിശുദ്ധ ഖുർആനിന് തഫ്സീർ എഴുതിയ പണ്ഡിതനാണ് ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി. അവിടെ നമുക്ക് തന്നെ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഈ തൊബരി ഇമാമ് മുഖ്താറാക്കിയ ആ ഒരു അഭിപ്രായമായിരിക്കും ശരിക്ക് തഫ്സീർ ജലാലൈനിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ജലാലൈനി എന്ന് പറഞ്ഞ തഫ്സീർ തൊബരി ഒരു 4-5 പേജിൽ പറഞ്ഞ ആശയത്തിന്റെ ഏറ്റവും സംക്ഷിപ്തമായ അതിന്റെ ആ ഒരു ഖുലാസ, അതിന്റെ മഗ്സ് എന്ന് പറയാൻ പറ്റും. അതാണ് തഫ്സീർ ജലാലൈനിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ആ രൂപത്തിലാണ് ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ തൊബരി, അതല്ലെങ്കിൽ ജാമിഉൽ ബയാൻ പോകുന്നത്. ഇതൊക്കെ തഫ്സീർ ബിൽ മഅ്സൂർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കുറെ അസറുകൾ, ഹദീസുകൾ വെച്ചുകൊണ്ടുള്ള തഫ്സീറുകളാണ്. ആ ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ട് പിന്നെ പിൽക്കാലത്ത് ഒരുപാട് മുഫസ്സിരീങ്ങൾ തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പിന്നെ തൊബരി ഇമാമിനെ പോലെ എഴുതിയ തഫ്സീറാണ് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറുൽ ഖുർആനിൽ അദീം. ഇബ്നു കസീർ പിന്നെ ഹിജറ 8-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. തൊബരി ഇമാം ഹിജറ 3-4 നൂറ്റാണ്ടുകളിൽ ജീവിച്ച പണ്ഡിതനാണ്. അതിനിടയിൽ വേറെയും കുറെ തഫ്സീറുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇബ്നു കസീറും ഈ തൊബരി ഇമാമിനെ പോലെ തന്നെ അസറുകൾ വെച്ചുകൊണ്ട്, ഹദീസുകൾ വെച്ചുകൊണ്ട് തഫ്സീർ എഴുതിയ പണ്ഡിതനാണ്. അതുപോലെ പിന്നെ ചില പ്രത്യേക മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തഫ്സീർ എഴുതിയ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇമാം ഖുർത്തുബിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖുർത്തുബി ഇമാമിന്റെ തഫ്സീറാണ് അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ. അപ്പൊ അതിൽ അദ്ദേഹം കൂടുതൽ ഫിഖ്ഹിയായ വിഷയങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും നമ്മുടെ പഠനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. നമ്മൾ ഫത്ഹുൽ മുഈനിലൂടെ ഫിഖ് പഠിക്കുന്നുണ്ട്, തുഹ്ഫയിലൂടെയും മിൻഹാജിലൂടെയും ഒക്കെ ഫിഖ് പഠിക്കുന്നുണ്ട്. പക്ഷെ ഖുർആനിലൂടെ ഫിഖ് പഠിക്കുക എന്നത് ഒരു മേഖലയാണ്. അങ്ങനെ പഠിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയുള്ള കാലത്ത് ചിലപ്പോൾ അതൊക്കെ പഠിക്കേണ്ടി വരും. കാരണം ഇവിടെ പ്രസന്റ് ചെയ്ത ആളുകളൊക്കെ ആധുനിക തഫ്സീറുകളിലെ പല ആളുകളും അവർക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോ ഈ വാഹദന മിൻകും മീസാഖൻ വലിയുള്ള എന്നത് പറഞ്ഞല്ലോ. അപ്പോ പിന്നെ വിവാഹം ചെയ്യുന്ന സമയത്ത് ഒരു വലിയന്റെ ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ സീഗ വേണം, നിക്കാഹ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഖുർആനിലെ ഏത് ആയത്ത് കൊണ്ടാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ അതിന് നമുക്കൊരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഖുർആനെ ഫിഖ്ഹിയായി പഠിക്കുന്ന തഫ്സീറുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ പഴയകാലത്തെ പണ്ഡിതന്മാർക്കിടയിലൊന്നും ഫിഖ് പറയാൻ വേണ്ടി ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു ശൈലി ഇല്ല. പക്ഷേ നമ്മുടെ ഈ ഒരു കാലത്തിനനുസരിച്ച് ഒരുപക്ഷെ നമ്മൾ പിന്നെ ഓരോ ഫിഖ്ഹിയായ നിയമത്തിനും നമ്മുടെ മുജ്തഹിദുകളായ ഉലമാക്കൾ ഖുർആനിലെ ആയത്തിൽ നിന്ന് എങ്ങനെയാണ് തെളിവ് പിടിച്ചത് എന്നുകൂടെ പഠിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതിന് നമുക്ക് വളരെ സഹായകമാകുന്ന ഒരു തഫ്സീറാണ് ശരിക്കും പറഞ്ഞാൽ ഇമാം ഖുർത്തുബിയുടെ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ. അത് മാലിക്കി മദ്ഹബ് അനുസരിച്ചുള്ള കിതാബാണ്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ആയത്തിൽ നിന്ന് ഫിഖ്ഹിയായ നിയമങ്ങൾ കണ്ടെത്തുന്നത് എന്ന്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ തഫ്സീറുൽ ഫിഖ്ഹി അത് വലിയൊരു മേഖലയാണ്. അതിന് പിന്നെ ഖുർത്തുബി ഇമാമിന്റെ തഫ്സീർ ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ അഹ്കാമുകൾക്ക് പ്രാധാന്യം കൊടുത്ത വേറെയും കുറെ തഫ്സീറുകൾ പിൽക്കാലത്തൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്.
അബൂബക്കർ ഇബ്നുൽ അറബി, അദ്ദേഹം ഇതുപോലെ അഹ്കാമുൽ ഖുർആൻ എന്നുള്ള കിതാബ് എഴുതിയ പണ്ഡിതനാണ്. അതേപോലെ ജസ്വാസ്, അദ്ദേഹത്തിന് അഹ്കാമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് തഫ്സീറുണ്ട്. ഈ അടുത്ത് മരണപ്പെട്ടു പോയ സ്വാബൂനി, ഷെയ്ഖ് സ്വാബൂനി, അദ്ദേഹത്തിന് അഹ്കാമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട തഫ്സീറുണ്ട്. അപ്പൊ ഇങ്ങനെ ഖുർആനിലെ അഹ്കാമുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യാഖ്യാന രീതി. ഇതുപോലെ പിന്നെ നഹവിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് അബൂ ഹയ്യാനുൽ അന്തലുസി എന്ന് പറഞ്ഞ വലിയ നഹവി പണ്ഡിതനാണ്. അദ്ദേഹം ഖുർആനിന് 2 പ്രധാനപ്പെട്ട തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. ഒന്നിന്റെ പേര് അൽ ബഹറുൽ മുഹീത്ത് എന്നാണ്, അൽ ബഹറുൽ മുഹീത്ത്. പിന്നെ വേറൊന്ന് അൻ നെഹ്റുൽ മാദ് എന്നാണ്. ഒന്ന് ബഹറും മറ്റൊന്ന് നെഹ്റുമാണ്. അപ്പൊ അതില് അദ്ദേഹം നഹവിനാണ് പ്രാധാന്യം കൊടുത്തത്. അത് മറ്റൊരു ലോകമാണ്. നമ്മൾ ഫിഖ്ഹ് പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഖുർആനിലൂടെ നഹവ് പഠിക്കുക, അത് വളരെ രസകരമായ ഒരു ഫീൽഡാണ്. നമ്മളൊന്നും അത് പഠിച്ചിട്ടുണ്ടാവില്ല. ഈ വിദേശ പണ്ഡിതന്മാരൊക്കെ, പ്രത്യേകിച്ച് അൽ അസ്ഹറിലൊക്കെയുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ഒരു ശൈലിയായി പറയപ്പെടുന്നത്, അവര് നഹവ് പഠിക്കാൻ വേണ്ടി ഖുർആനാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന്റെ ഇഅ്റാബ്, ബാ ഹർഫ് ജറാണ്, ഇസ്മു എന്താണ്, പിന്നെ അള്ളാഹി എന്നുള്ള എന്താണ്, റഹ്മാനി എന്നുള്ളത് അള്ളാഹു എന്നതിന്റെ എന്താണ്, അതിനെന്തുകൊണ്ട് ജറ് കിട്ടി, ഇങ്ങനെ പിന്നെ ഖുർആനിലൂടെ നഹവ് പഠിക്കുന്ന ഒരു രീതി, അത് ഒരു വലിയ ലോകമാണ്. ഖുർആൻ തലമുതൽ അവസാനം വരെ ഇഅ്റാബ് പിന്നെ വിശദീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ട കിതാബുകളുണ്ട്. നമുക്ക് ഉസ്താദ്മാര് നഹവിലെ ഒരു തംരീന് ഇഅ്റാബ് എഴുതാൻ തന്നാൽ തന്നെ നമുക്കത് എഴുതണമെങ്കിൽ പ്രയാസമാണ്. അങ്ങനെയുള്ളത് ഖുർആൻ തലമുതൽ അവസാനം വരെ ഇഅ്റാബ്, അതിന്റെ വ്യാഖ്യാനമല്ല, അതിന്റെ ഇഅ്റാബ് എഴുതിയ കിതാബുകളുണ്ട്. ഇഅ്റാബുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് തന്നെ കിതാബുണ്ട്. അപ്പൊ നമ്മൾ നോക്കണം, പണ്ഡിതന്മാര് ഓരോ കാലത്തും എന്തെല്ലാം മൻഹജുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ പിന്നെ പ്രത്യേകിച്ച് ഭാഷയുമായി കൂടുതൽ അടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഖുർആൻ വെച്ചുകൊണ്ട് നഹവ് പഠിക്കുക. അപ്പൊ നഹവിലെ ഏത് കായിക പഠിക്കുമ്പോഴും അതിന് ഖുർആനിൽ നിന്നുള്ള ഒരു ഷാഹിദ്, മുബത്തദ അത് മർഫു ആണ്, എന്താ തെളിവ്, അതിന് ഖുർആനിൽ നിന്നുള്ള ആയത്ത്. ഖബറിന് റഫാണ്, അതിനെന്താ തെളിവ്, അതിന് ഖുർആനിൽ നിന്നുള്ള ആയത്ത്. ഇങ്ങനെ ഓരോ കായിക പറയുമ്പോഴും അതിന് ഖുർആനിൽ നിന്നുള്ള ആയത്ത് തെളിവ് ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതി. അപ്പൊ അങ്ങനെ പിന്നെ നഹവിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ അൽ അന്തലുസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ബഹറുൽ മുഹീത്ത് എഴുതിയിട്ടുള്ളത്. ഓരോ മേഖല, ഫന്നുകൾ. എന്നാൽ പിന്നെ ചരിത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തഫ്സീർ എഴുതിയ പണ്ഡിതന്മാരുണ്ട്. ഉദാഹരണത്തിന് പഴയകാല തഫ്സീറുകളിലൊക്കെ തഫ്സീർ ഖാസിൻ എന്ന് പറയും, ഖാസിൻ, ഖസാനത്ത്, ഖജനാവ് എന്നുള്ള ഖാസിൻ. തഫ്സീർ ഖാസിൻ കുറെയൊക്കെ ചരിത്രങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓരോരുത്തരും അവരവരുടെ മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പഴയകാല തഫ്സീറുകളൊക്കെ എഴുതപ്പെട്ടിരുന്നത്. ഇതുപോലെ തന്നെ പിന്നെ മറ്റൊരു മേഖലയാണ് ബലാഗ, ഇൽമുൽ ബലാഗ. ഇവിടെ പിന്നെ ഹാഫിള് ഷിബിലി കുറെ ഉദാഹരണങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഓരോ പദങ്ങൾ എന്തുകൊണ്ട് അവിടെ ആ വാക്ക് ഉപയോഗിച്ചു. ഖുർആനിലെ ഓരോ ലഫ്ളുകൾ പ്രധാനമാണല്ലോ, നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഓരോ ലഫ്ലും ഖുർആൻ പ്രയോഗിച്ചത് പിന്നെ ഒരുപക്ഷെ സാധാരണ നിലയിൽ അറബി ഭാഷയിൽ അറിയപ്പെട്ട ശൈലിയിലാകണമെന്നില്ല. അതിന് ഒരു ഉദാഹരണമാണ് ഫസ്ദഅ ബിമാ തുഅ്മർ എന്ന് പറയുന്ന ആയത്ത്. ഫസ്ദഅ ബിമാ തുഅ്മർ വഅരിദ് അനിൽ മുശ്രിക്കീൻ എന്ന് പറയുന്ന ആ ആയത്ത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, ഫസ്ദഅ ബിമാ തുഅ്മർ, നബി അങ്ങയോട് കൽപ്പിക്കപ്പെട്ട കാര്യം ജനങ്ങളിൽ അങ്ങ് വിളംബരം ചെയ്യണം. അപ്പൊ സാധാരണ നിലയിൽ അറബി ഭാഷയിൽ വിളംബരം ചെയ്യുക എന്നതിന് ജഹറ എന്ന വാക്കാണ് പ്രയോഗിക്കാറുള്ളത്. അപ്പൊ എന്ത് പറഞ്ഞാൽ മതിയായിരുന്നു? ഫസ്ദഅ എന്നതിന് പകരം ഫജ്ഹർ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഫജ്ഹർ എന്ന് പറയാതെ ഫസ്ദഅ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സ്വദഅ എന്ന വാക്ക് പ്രയോഗിക്കാനുള്ള കാരണം എന്ത്? പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കുക, സ്വദഅ എന്ന വാക്ക് അറബിയിൽ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, സ്വദഅ എന്നതിന് എന്തൊക്കെയാണ് അർത്ഥങ്ങൾ ഉള്ളത്? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് സ്വദഅ എന്ന വാക്കിന് പിന്നെ പൊട്ടിച്ചു എന്നർത്ഥമുണ്ട്, ഷക്ക എന്നർത്ഥമുണ്ട്, സുദാ എന്ന് പറയുമ്പോൾ തലവേദന എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഫസ്ദഅ എന്ന് പറയുമ്പോൾ അതില് പിന്നെ ഈ തലവേദനയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. തലവേദന ആയാലും പിന്നെ നമുക്ക്
പിന്നെ അതിന്റെ ഭയങ്കരമായ തഹ്സീർ നമ്മുടെ തലയിൽ അനുഭവപ്പെടും. അപ്പൊ അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അങ്ങ് വിളംബരം ചെയ്യണം. പക്ഷെ അത് വെറും ഒരു വിളംബരം മാത്രമായാൽ പോരാ, ആ വിളംബരം ജനങ്ങളുടെ തലച്ചോറിൽ തറച്ചിട്ട് അവരുടെ ചിന്താമണ്ഡലത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കണം. ആ രൂപത്തിലുള്ള ഒരു വിളംബരം അങ്ങ് ചെയ്യണം എന്നതാണ് അള്ളാഹു താല കൽപ്പിക്കുന്നത്. അപ്പൊ ഈ അർത്ഥങ്ങളൊക്കെ വരണമെങ്കിൽ ഇവിടെ ഫജ്ഹർ എന്ന് പറഞ്ഞാൽ പോരാ, ഫസ്ദ എന്ന വാക്ക് തന്നെ പ്രയോഗിക്കണം. അപ്പൊ ഇങ്ങനെ ഓരോ ലഫ്ളുകളുടെയും പ്രാധാന്യം എന്ത് എന്ന രൂപത്തിൽ ചർച്ച ചെയ്യുന്ന തഫ്സീറുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നെ ഇവിടെ തഹരീർ വ തൻവീർ പറഞ്ഞു. അതേപോലെ ബസായിറു ദവി തംയീസ് എന്ന് പറയുന്ന ഫൈറൂസാബാദിയുടെ ഒരു തഫ്സീറുണ്ട്. പിന്നെ മുഫ്രദാത്തുൽ ഖുർആൻ മാത്രം വിശദീകരിക്കുന്ന ഖുർആനിന്റെ ഡിക്ഷണറികൾ എന്ന് വേണമെങ്കിൽ പറയാം, റാഗിബുൽ അസ്ഫഹാനിയുടെ മുഫ്രദാത്തുൽ ഖുർആൻ. ഇങ്ങനെ ലഫ്ലുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതപ്പെട്ട തഫ്സീറുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ കാലഘട്ടത്തിലും വിവിധ ശൈലിയിലും രൂപത്തിലുമായി ഖുർആനിന്റെ തഫ്സീറുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ പിൽക്കാലത്ത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ എത്തിയപ്പോൾ പിന്നെ കുറച്ചുകൂടെ ശൈലികളിൽ മാറ്റം വന്നു. ശരിയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ശൈലി അൽ ബഖറക്ക് നേരെ തഫ്സീർ എഴുതുക എന്നൊരു ശൈലിയായിരുന്നു. പക്ഷേ ഇന്ന് അതിൽ നിന്ന് മാറിയിട്ട് ഓരോ സൂറത്തിന്റെയും പ്രധാനപ്പെട്ട തീമുകൾ വെച്ചുകൊണ്ടുള്ള തഫ്സീർ രചനകൾ നിലവിൽ വന്നു. അതിന് തഫ്സീർ മൗദൂഇ എന്നാണ് പറയുക. നമ്മുടെ PGയിൽ തന്നെ അങ്ങനെ ഒരു വിഷയം പഠിക്കുന്നുണ്ട്. മുനാസബാത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു വിഷയം തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. തഫ്സീർ മൗദൂഇ എന്ന് പറഞ്ഞാൽ ഏതൊരു സൂറത്ത് എടുത്താലും ആ സൂറത്തിനൊരു മെയിൻ ഫോക്കസ് ഉണ്ടാവും. പിന്നെ അതിലെ ആയത്തുകളൊക്കെ ആ ഒരു മെയിൻ തീമിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നതായി കാണാൻ പറ്റും. അപ്പോ ഖുർആന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന ഒരു അച്ചുതണ്ട് പോലെ അതിലെ ആയത്തുകളെ കണ്ടെത്തുന്ന ഒരു ശൈലിയാണ് ശരിക്കും പറഞ്ഞാല് പിന്നെ തഫ്സീർ മൗദൂഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് സൂറത്തുൽ അൻആം എടുത്തു നോക്കിയാൽ സൂറത്തുൽ അൻആമിലെ ചർച്ചാ വിഷയം പ്രധാനമായും തൗഹീദ്, ശിർക്ക് ഇതാണ്. അപ്പൊ അതിലെ ഏത് ആയത്തെടുത്താലും അതിന് ഒന്നുകിൽ തൗഹീദുമായോ അതല്ലെങ്കിൽ ശിർക്കുമായോ ഡയറക്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഉള്ള കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ആ അൻആം എന്ന പേരിൽ തന്നെ പിന്നെ ആ കാലത്ത് അന്നത്തെ ജനങ്ങളിൽ ഉണ്ടായിരുന്ന ആചാരങ്ങൾ, ശിർക്കിയായ കുറെ കന്നുകാലികളുമായി ബന്ധപ്പെട്ട കുറെ ദുരാചാരങ്ങൾ അവരിൽ നിലനിന്നിരുന്നു. അപ്പൊ ആ പേരും ഏതൊരു സൂറത്തിന്റെ പേരെടുത്ത് നോക്കുകയാണെങ്കിലും ആ പേരും ആ സൂറത്തിന്റെ സെൻട്രൽ തീമുമായിട്ട് വലിയൊരു കണക്ഷൻ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള തഫ്സീറുൽ മൗദൂഇ, അങ്ങനെ തന്നെ ഒരു തഫ്സീർ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അതിന്റെ PDF ലഭിക്കും. തഫ്സീറുൽ മൗദൂഇ ലി സുവരിൽ ഖുർആനിൽ കരീം, ഒരു 10ഓളം വാള്യമുള്ള തഫ്സീറാണ്. ഇന്ന് പിന്നെ ഷാർജ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു തഫ്സീറാണ് തഫ്സീറുൽ മൗദൂഇ ലി സുവരിൽ ഖുർആനിൽ കരീം. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ ശൈലികളും പിൽക്കാലത്ത് രൂപപ്പെടുകയുണ്ടായി. ഈ ശൈലികൾക്ക് പുറമെ പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഫിറഖുൽ ബാത്തില അതല്ലെങ്കിൽ പിഴച്ച വിഭാഗം ആളുകൾ നടത്തിയ ഒരു തഫ്സീറാണ് പിന്നീട് ഇന്ന് വളരെ ഖുർആനെ വളച്ചൊടിക്കുന്ന രൂപത്തിലുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതിന് കുറെ ഉദാഹരണങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഓരോ ബിദഈ ചിന്താഗതിക്കാരും ഖുർആനിലൂടെ അവരുടെ ആശയം സമർപ്പിക്കുക എന്ന ഒരു രീതി ഉണ്ട്. ഇവിടെ പിന്നെ മൗദൂദിയുടെ തഫ്സീർ പറഞ്ഞു, തഫ്ഹീമുൽ ഖുർആൻ. അതിൽ അദ്ദേഹത്തിന്റെ കുറെ ചിന്തകളും ആശയങ്ങളും എല്ലാം തെറ്റാണ് എന്നല്ല, കുറെ പിന്നെ വ്യാഖ്യാനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ സ്വന്തമായ ആശയങ്ങളും അവർ കടത്തിക്കൂട്ടും. ഇപ്പൊ ഉദാഹരണത്തിന് സമഖ്ശരി ഇമാമിന്റെ കശാഫ് എന്ന് പറയുന്ന തഫ്സീർ വളരെ പ്രസിദ്ധമായ തഫ്സീറാണ്. പക്ഷെ ഈ കശാഫിൽ തന്നെ കുറെ എഴുത്തിസാലി ആശയങ്ങൾ, മുഅ്തസിലത്തിന്റെ കുറെ ചിന്തകൾ അടങ്ങിയിട്ടുണ്ട്. സമഖ്ശരി ഇമാമിനെ പറ്റി പറയുന്നത് അദ്ദേഹം പിന്നെ മുഅ്തസിലിയാണ്, പിന്നീട് അതിൽ നിന്ന് മടങ്ങി തൗബ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹം തൗബ ചെയ്താലും അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ മുഅ്തസിലി ചിന്തകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവര് ആയത്തുകൾ വെച്ചുകൊണ്ട് തങ്ങളുടെ ദീനാണ് അതല്ലെങ്കിൽ എഴുത്തിസാലി ദീനാണ് ശരിയായ ദീൻ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ആല ഇമ്രാൻ സൂറത്തിൽ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി
ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഈ ആയത്തിന്റെ കശാഫിലുള്ള വ്യാഖ്യാനം നിങ്ങൾ നോക്കിയാൽ കാണാം. മുഅ്തസിലത്ത് പിന്നെ അവരെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ നമ്മെപ്പറ്റി അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയും. എന്ന പോലെ മുഅ്തസിലത്ത് അവരെ വിശേഷിപ്പിക്കുന്ന പേരാണ് എന്ത്? അഹ്ലുൽ അദ്ലി വ തൗഹീദ് എന്നാണ് അവർ പറയുന്നത്. അഹ്ലുൽ അദ്ലി വ തൗഹീദ്. അവർ പറയുന്നത് പിന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകളെ അവർ അംഗീകരിക്കുന്നില്ല, അള്ളാഹിന്റെ ദാത്തിനെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ദാത്തിന് പുറമെ സിഫാത്തില്ല എന്നതാണ് മുഅ്തസിലത്തിന്റെ വാദം. അപ്പൊ ഞങ്ങളാണ് തൗഹീദിന്റെ ആളുകൾ എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പൊ എന്നിട്ട് സമഖ്ശരി ഈ തഫ്സീറിന്റെ വ്യാഖ്യാനത്തിൽ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ. ലാ ഇലാഹ ഇല്ലാഹുവ എന്ന് പറയുന്നത് തൗഹീദാണ്. പിന്നെ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഖിസ്ത് എന്ന് പറഞ്ഞാൽ അദ്ലുമാണ്. അപ്പൊ തൗഹീദും അദ്ലും. പിന്നെ അതിന്റെ ശേഷം പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട മതം അൽ ഇസ്ലാം, നേരത്തെ പറഞ്ഞ ഇസ്ലാം, അതായത് അദില് തൗഹീദിന്റെ ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം. അപ്പൊ നമ്മുടെ മുഅ്തസിലത്തിന്റെ ആശയമാണ് ശരി എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കും അവരിങ്ങനെ ഖുർആൻ നോക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് നമ്മുടേത് തന്നെയാണ് ശരിയെന്ന്. അപ്പൊ ആ രൂപത്തിൽ പിന്നെ ഒരുപാട് പിഴച്ച വിഭാഗം ആളുകൾ ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോ അത്തരം ഫിറഖുൽ ബാത്തില, ഇപ്പോ മുഅ്തസിലത്ത്, ഷിയാക്കള്, പിന്നെ ഇന്നത്തെ കാലത്തുള്ള പുത്തൻ പ്രസ്ഥാനക്കാർ, സലഫികളായാലും അവരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നവമുഅ്തസിലിസം എന്ന് പറയാം. നിയോ മുഅ്തസിലൈറ്റ് എന്ന് പറഞ്ഞ വിഭാഗം തന്നെ. പഴയ മുഅ്തസിലത്ത് പുതിയ രൂപത്തിൽ വന്ന ആളുകളാണ് ഇന്നത്തെ ബിദഈ കക്ഷികൾ എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പല കാര്യങ്ങളും അവരുടെ അഖലിന് യോജിക്കാത്തത് പിന്നെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നതാണ്. അപ്പൊ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ പിന്നെ തഫ്സീർ പറയുക എന്നൊരു രീതിയാണ് മുഅ്തസിലത്തിന് ഉണ്ടായിരുന്നത്. അതേ രീതി ഇന്നത്തെ പിന്നെ ഈ പുതിയ ബിദഈ ചിന്താഗതിക്കാരും നടത്തുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോ അത്തരം തഫ്സീറുകളെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ കശാഫൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് അതിലുള്ള ഈ ഇഅ്തിസാലി ചിന്തകൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മളത് വായിക്കേണ്ടത്. കശാഫ് തീരെ വായിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം നമ്മുടെ സുന്നി പണ്ഡിതന്മാര് പോലും, പ്രത്യേകിച്ച് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ കശാഫിൽ നിന്ന് ധാരാളം ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം കശാഫിന്റെ ഒരു പ്രത്യേകത ഖുർആനിന്റെ ആ ഒരു ബലാഗ. സമഖ്ശരി എന്ന് പറഞ്ഞാൽ നല്ല ഒരു പിന്നെ ഇൽമുൽ ബലാഗയിൽ, അതല്ലെങ്കിൽ അറബി സാഹിത്യത്തിൽ നല്ല കഴിവുള്ള പണ്ഡിതനായി. അപ്പൊ അദ്ദേഹം ഓരോ ആയത്തിൽ നിന്നും ഫയും കുൽത്ത കുൽത്തു, ഫയും കുൽത്ത കുൽത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുതിയ പുതിയ ആശയങ്ങളും, അതേപോലെ ഈ പ്രയോഗം, ഈ വാക്ക് എന്തുകൊണ്ട് ഇവിടെ പ്രയോഗിച്ചു, ഇങ്ങനെ ഓരോ ലഫ്ലിന്റെയും ഉള്ളിൽ അടങ്ങിയ രഹസ്യങ്ങളൊക്കെ ഇസ്തിഖ്റാജ് ചെയ്തെടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് കശാഫ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കശാഫ് പല സുന്നി മുഫസ്സിരീങ്ങളും, ഇമാം റാസി, ഇമാം ബൈളാവി, ഇമാം നസഫി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ അവലംബിച്ചതായി കാണാൻ പറ്റും. എന്നാൽ അതോടൊപ്പം അതിൽ നിന്ന് ഇഅ്തിസാലി ആശയങ്ങളെയൊക്കെ അവർ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പഠനമായിരിക്കണം നാം നടത്തേണ്ടത്. ഇതുപോലെയുള്ള കുറെ മനാഹിജുകളിലേക്കാണ് പിന്നെ നമ്മുടെ ഒന്നാമതായി ഇവിടെ പ്രസന്റ് ചെയ്ത ഹാഫിള് ഷിബിലി നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞതില് ഒരു ഇഅ്ജാസ് പറഞ്ഞ കൂട്ടത്തിൽ ഖുർആനിലെ അഅജമിയായ ലഫ്ളുകളുടെ ഇഅ്ജാസ് എന്ന് പറയുന്ന ഒരു പുതിയ മേഖലയെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഖുർആനിൽ ഇങ്ങനെ അജമി പദങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നത് പണ്ഡിത ലോകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. നമ്മള് ഖുർആന്റെ പ്രത്യേകത പറയുന്നത് തന്നെ ബിലിസാനിൻ അറബിയൻ മുബീൻ എന്നാണ്. ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് അറബി ഭാഷയിലാണ്. വലഖദ് നഅലമു അന്നഹും യഖൂലൂന ഇന്നമാ യുഅല്ലിമുഹു ബശർ ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅജമിയ്യുൻ വഹാദാ ലിസാനുൻ അറബിയ്യുൻ മുബീൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അറബിയാണ്, അജമി അല്ല എന്നതാണ്. അപ്പൊ ഖുർആനിൽ അജമി പദങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതിൽ കുറെ പിന്നെ മുനാവറകളും ഡിബേറ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. ഏതായാലും ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള നമ്മുടെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് ഖുർആനിൽ എല്ലാ പദവും അറബിയാണ്, അജമിയായ ഒരു പദം പോലും ഖുർആനിൽ ഇല്ല എന്നതാണ്. അവന് ഇബ്രാഹിം, ഇസ്ഹാഖ് എന്നുള്ളതൊക്കെ അജമി അല്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് പേരുകളാണ്.
പേര് പിന്നെ ഒരാളുടെ പേര് ഇപ്പൊ അറബിയിലാണെങ്കിലും ഉറുദുവിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ ആ പേര് അങ്ങനെ തന്നെ പറയാൻ പറ്റുകയുള്ളൂ. അപ്പം ബീരാൻകുട്ടി എന്നൊരാൾക്ക് പേരുണ്ടെങ്കിൽ അയാളെ പേര് ഇംഗ്ലീഷിലും ബീരാൻകുട്ടി എന്ന് തന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് അലമുകള് ഖുർആനിൽ വന്നത് ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റൂല, അത് അജമിയാണ് എന്ന് പറയാൻ പറ്റൂല. പക്ഷെ അത് അറബിയിലേക്ക് വരുമ്പം ചില ലഫ്ള് അക്ഷരങ്ങളൊക്കെ ചിലപ്പോൾ മാറി എന്ന് വരും. പിന്നെ വാജിബേയി എന്നുള്ളത് അറബിയിൽ എഴുതുമ്പം ഫാജിബായി എന്നൊക്കെയാണ് എഴുതുക. പക്ഷെ അത് സംഭവം വാജിബേയി തന്നെയാണ്. അപ്പൊ എന്നതുപോലെ അലമുകൾ അത് ഖുർആനിലുണ്ട്. അലമുകളെ പറ്റി അത് അറബിയാണോ അല്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പേരാണ്. എന്റെ പേര് ഇംഗ്ലീഷ് ആണോ ഉറുദു ആണോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. എന്റെ പേര് എന്റെ പേരാണ്. അത് ഇംഗ്ലീഷിലാണെങ്കിലും ഉറുദുവിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഒക്കെ എന്റെ പേര് എന്റെ പേരാണെന്നുള്ളതാണ്. അപ്പോ അലമുകളല്ലാത്ത പദങ്ങൾ ഖുർആനിൽ കുറെ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ചില പണ്ഡിതന്മാർ അത് മുഅറബാണ് എന്ന് പറഞ്ഞ ആളുകൾ, അത് അജമി ആയിരുന്നു പക്ഷെ അറബിയിലേക്ക് വന്നിട്ട് അറബീകരിക്കപ്പെട്ടതാണ്. പക്ഷെ ഷാഫി ഇമാം പറയുന്നത് അത് അറബീകരിക്കപ്പെട്ടതാണ് എന്നും പറയേണ്ട, അത് അറബിയാണ് എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. അപ്പൊ പിന്നെ അത് വേറെ ഭാഷയിലുണ്ടല്ലോ, അത് ഒരു പദം ഒരു ഭാഷയിലുള്ളത് വേറെ ഭാഷയിൽ ഉണ്ടാവുക എന്നതൊരു ഭാഷയുടെ യാദൃശ്ചികതയാണ്. കാരണം ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന്മാര് തമ്മിലുള്ള ഉരസലുകളിൽ നിന്നാണ് ഭാഷ ഉണ്ടാകുന്നത്. അപ്പൊ മലയാളത്തിലുള്ള ഒരു പദം ഒരുപക്ഷെ ഇംഗ്ലീഷിൽ ഉണ്ടാകാം, ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിൽ ഉണ്ടാകാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകാം. അപ്പൊ എന്ന് വെച്ച് അതിനെപ്പറ്റി അറബീകരിക്കപ്പെട്ടത് എന്ന് പറയേണ്ടതില്ല, അതിനെപ്പറ്റി അറബി എന്ന് പറഞ്ഞാൽ മതി. അപ്പോ ഖുറാനിലുള്ളതൊക്കെ അറബിയായ പദങ്ങളാണ് എന്നതാണ് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ അജമിയായ എജാസി എന്ന് പറയുമ്പോൾ പോലും അജമിയാണ് എന്ന് പറയപ്പെടുന്ന വാക്കുകളിലുള്ള എജാസ് അതൊരു പുതിയ പഠനമാണ്. അങ്ങനെ ഒരു പിന്നെ പഠനത്തിൽ യാദൃശ്ചികമായി കുറെ കാര്യങ്ങൾ യോജിച്ചു വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു എജാസിനെ കുറിച്ച് പൊതുവെ പഴയകാലത്തെ കിതാബുകളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ ഈ എജാസ് അദദി, പിന്നെ സംഖ്യകളുടെ എജാസ് എന്ന് പറയുന്നത്, അതും കുറെ ആളുകളൊക്കെ സ്വന്തം വകയായി കുറെ കൂട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലതൊന്നും നമ്മൾ കൂട്ടി നോക്കിയാൽ ശരിയാകുന്നില്ല. അപ്പൊ അത് നമ്മൾ എവിടെയെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതിന് പകരം അതൊന്ന് പരിശോധിച്ചതിന് ശേഷം വിശ്വസിക്കലായിരിക്കും നന്നാവുക എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, ഖുർആനിൽ യൗമ് എന്ന് എത്ര വട്ടം വന്നിട്ടുണ്ടോ അത്ര തന്നെ വട്ടം ലൈലി എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുറെ കാണാം, ഞാനത് എണ്ണി നോക്കിയിട്ടില്ല. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം എവിടെയെങ്കിലുമൊക്കെ നടന്നാൽ അതിന് സമാനമായിട്ട് ഒരു ആയത്ത് കാണുമ്പോൾ ഇത് ആ സംഭവത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ പിന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഏജാസ് ഖുറാനിലെ അതതുകൾ കുറെ പറയുന്നുണ്ട്. ആ അതതുകളിലൊക്കെ കുറെ രഹസ്യങ്ങളും ഉണ്ടാകാം. പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ നമ്മുടെ വകയായിട്ട് കുറെ ഏജാസുകൾ ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പൊ അതൊന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം നാം വിശ്വസിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമതായി റബീ ഇവിടെ പിന്നെ ഫെമിനിസവുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അതിനെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഒരു അതല്ലെങ്കിൽ തഫ്സീറുകൾ എന്ന് മാത്രമല്ല ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലൊക്കെ ഒരു പുരുഷാധിപത്യമുണ്ട് എന്ന ഒരു വാദം പൊതുവെ ഫെമിനിസ്റ്റുകളൊക്കെ ഉദ്ധരിക്കാറുള്ളത് പോലെ പിൽക്കാലത്തുള്ള പല ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീയെ സ്ത്രീയായും പുരുഷനെ പുരുഷനായുമാണ് ഇസ്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ തന്നെയാണ് ഇസ്ലാം കാണുന്നത്. അല്ലാതെ ഒരിക്കലും സ്ത്രീ പുരുഷനാകണമെന്നോ പുരുഷൻ സ്ത്രീ ആകണമെന്നോ ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, രണ്ടാളുകളെയും തുല്യമായി കാണലല്ല, ഓരോരുത്തർക്കും അവരവരുടേതായ നീതി വകവെച്ചു കൊടുക്കുക എന്നതാണ് നീതി. സ്ത്രീയെ സ്ത്രീയായി കാണുക എന്നതാണ് നീതി, പുരുഷനെ പുരുഷനായി കാണുക എന്നതാണ് നീതി. അല്ലാതെ സ്ത്രീയെ പുരുഷനാക്കലോ പുരുഷനെ സ്ത്രീയാക്കലോ അല്ല നീതി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പൊ ആ രൂപത്തിലാണ് ഖുർആൻ അവരുടെ ആ ഒരു ബാഹ്യമായ അതല്ലെങ്കിൽ അവരുടെ പിന്നെ പല നിയമങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കണ്ടിട്ടുള്ളത്. നേരെ മറിച്ച് ആഖിറത്തിലുള്ള അവരുടെ വിജയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ പുരുഷനേക്കാളും ഉന്നതിയിൽ സ്ത്രീകൾ എത്തുന്നുണ്ട്. ഇപ്പോ ചില സൂഫി ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, നാളെ ആഖിറത്തിൽ അല്ലാഹു തആല പുരുഷന്മാരെ വിളിക്കുന്ന സമയത്ത് യാ റിജാൽ എന്ന് വിളിക്കുമ്പോൾ ആദ്യമായി ആ വിളിക്ക് ഉത്തരം നൽകൽ മറിയം ബീവി ആയിരിക്കും എന്ന് കാണുന്നത്. അപ്പൊ അവിടെ സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു കൺസെപ്റ്റാണ്, ഒരു സങ്കല്പമാണ്. അപ്പോ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് ചില അഹ്കാമുകളിൽ പറഞ്ഞതായി കാണാൻ പറ്റും.
ചില സ്ഥലത്ത് ദുഃഖ്രാനൻ എന്ന് ജമ്മു പറഞ്ഞതായി കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു മാറ്റങ്ങൾ, അതേപോലെ സൗജ്, മർഅത്ത്, ഇമ്രഅത്ത്, ഇതുപോലെ വാക്കുകളിലൊക്കെ അടങ്ങിയിട്ടുള്ള അതിന്റെ ബയാനിയായ എജാസ് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥവും, അതുപോലെ ഈ തഫ്സീറുമായി ബന്ധപ്പെട്ട് കുറെ പഠനങ്ങൾ നടത്തിയ ഒരു അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ ഒരു പണ്ഡിതനാണ് ഈ സ്വലാഹ് അബ്ദുൽ ഫത്താഹ് ഖാലിദി. അപ്പൊ അദ്ദേഹത്തിന്റെ കിതാബുകളൊക്കെ നിങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കുറെയൊക്കെ തഫ്സീറുമായി ബന്ധപ്പെട്ട കിതാബുകൾ വായിച്ചാൽ തന്നെ തഫ്സീറിന്റെ ലോകത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. കൂടുതലായി ഈ വിഷയത്തിൽ പഠനം നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളും മറ്റുമൊക്കെ ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം നമുക്ക് അതുകൂടെ കഴിഞ്ഞ് ഈ ഒരു സദസ്സ് പിരിയാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.